നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിന്റെ ഫിസിക്കൽ ടെസ്റ്റ്, ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ മാത്രമല്ല, ഡൽഹി പോലീസ് ഏതൊക്കെ നോട്ടിഫിക്കേഷൻ SSC വഴി ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നോ അതിൻ്റെയൊക്കെ ഫിസിക്കൽ ടെസ്റ്റിന്റെ അപ്ഡേറ്റ് ഡേറ്റ് വന്നിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ടായിരുന്നു, കോൺസ്റ്റബിൾ ഡ്രൈവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹെഡ് കോൺസ്റ്റബിൾ AWTPO വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെയൊക്കെ ഫിസിക്കൽ നടക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയൊരു നോട്ടീസ്, ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. ആദ്യം തന്നെ 25/7/2026 മുതലാണ് ഫിസിക്കൽ നടക്കാനായിട്ട് പോകുന്നത്. സാറ്റർഡേ ടു ഇത് നടക്കാനായിട്ട് പോവുകയാണ്. ഫ്രം സാറ്റർഡേ നമുക്ക് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വേണ്ടത് നമുക്ക് ഈ അഡ്മിറ്റ് കാർഡ് വരും, അത് നമ്മൾ മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. അത് ഡൽഹി പോലീസിൻ്റെ വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റ് നിങ്ങൾ നോക്കി വെച്ചു, delhipolice.gov.in എന്ന് പറയുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് ഈ ഒരു പോർട്ടലിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അഡ്മിറ്റ് കാർഡിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും. ഇപ്പം ആക്കിയിട്ടില്ല, ഇപ്പം ഞാൻ നോക്കിയായിരുന്നു, ഇപ്പം ആക്കിയിട്ടില്ല. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അല്ല ഈ നോട്ടീസ് ഉണ്ടല്ലോ, ഈ നോട്ടീസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് താഴെ കൊടുക്കുക, അതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കാം. പിന്നെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിറ്റ് കാർഡ് നമ്മൾ പറഞ്ഞു അത് വരാൻ പോകുന്നതേ ഉള്ളൂ. അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം, പിന്നെ 10 പുതിയ ഫോട്ടോസ് കൊണ്ടുപോകണം, പിന്നെ ID പ്രൂഫ് കൊണ്ടുപോകണം. ID പ്രൂഫ് ഏതൊക്കെ എടുക്കുക എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാസ്പോർട്ട്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ID പ്രൂഫ്, ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങൾ കൊണ്ടുപോകണം. അതും കംപ്ലീറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ലിംഗ് ദേ ഷാൽ നോട്ട് ബി അലൗഡഡ് ടു, അതായത് കംപ്ലീറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അഡ്മിറ്റ് കാർഡിലൊക്കെ ഉള്ള പോലെ തന്നെ പ്രൂഫ് ഷോയിങ് ദയർ കംപ്ലീറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കാണിക്കുന്നത് തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല, നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് മസ്റ്റ് ബ്രിങ് ദി ഒറിജിനൽ ഓഫ് ഓൾ ദി ആപ്ലിക്കബിൾ ഡോക്യുമെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് വിച്ച് ആർ ദി ആപ്ലിക്കബിൾ ഡോക്യുമെന്റ്സ് മീൻസ് നമുക്ക് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EW സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ എല്ലാ സർട്ടിഫിക്കറ്റും, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അപ്പോൾ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ, ഫോർ എക്സാമ്പിൾ സ്പോർട്സ് NCC ഒന്നും നിങ്ങൾക്ക് ഇല്ലയെന്ന് വിചാരിക്കുക, NCC ഇവിടെ പറയുന്നുണ്ട്, അതില്ലാത്തവർ കൊണ്ടുപോകണ്ട. പക്ഷേ ഇതൊക്കെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ മാൻഡേറ്ററി നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും എടുക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു, ശ്രദ്ധിക്കുക. ഇതൊന്നും കൊണ്ടുപോകാതെ പോയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ രേഖകളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകണം. ഇവിടെ മറ്റൊരു കാര്യം അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്, കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ഓൺലി. ഇവിടെ നിന്നാണ് നമുക്കൊരു പ്രശ്നം വരിക. മെയിൽ ഓൺലി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് മസ്റ്റ് ക്യാരി, നമ്മൾ എന്ത് ചെയ്യണം, LMV ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് മസ്റ്റ് ആയിട്ടുണ്ടാകണം. അതായത് മോട്ടോർ സൈക്കിൾ ഓർ കാർ രണ്ടിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ ലൈസൻസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഓൺ ദി ഡേറ്റ് ഓഫ് PET, നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിന് നടക്കുന്ന സമയത്ത് നമുക്ക് ഇത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുള്ള പറയുന്നുണ്ട്. പിന്നെ കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ കാര്യത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും, ഹെവി മോട്ടോർ വെഹിക്കിൾ ഉണ്ടായിരിക്കണം. അതൊക്കെ നമുക്ക് നോർമലി അറിയുന്നതാണ്. അപ്പോൾ ഇത് കുറച്ചധികം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് സർവീസ്മാൻ്റെ കേസ് പറയുന്നുണ്ട്, സർവീസ്മാൻ ഡിസ്ചാർജ് ബുക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, ഡിസ്ചാർജ് ബുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ അൺഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് വരുമ്പോൾ, അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു നോട്ടീസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ തീർച്ചയായും വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഈ മാസം തന്നെയാണ് ഫിസിക്കൽ നടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 25-ാം തീയതി മുതൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഓരോരോ പോസ്റ്റിന് ആദ്യം കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് മുതൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഡൽഹി പോലീസിൻ്റെ ഫിസിക്കലിന് വേണ്ടി കാത്തിരിക്കുന്നവർ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ബാക്കിയുള്ള അപ്ഡേറ്റ് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും.